ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാർട്ടിഡോൺ കാസ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മെസ്സി 6th ബാലൻഡിയോർ എന്ന വീഡിയോയ്ക്ക് ശേഷം പാർട്ടിഡോൺ കാസ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന പുതിയ വീഡിയോ യൂറോയും റൊണാൾഡോയും. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ അറിയുവാൻ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഫുട്ബോളിലെ രാജ്യപട്ടം തേടിയുള്ള യൂറോപ്യൻ വമ്പന്മാരുടെ പോർക്കളം യൂറോ കപ്പ് 2020. യൂറോ 2020 കരുക്കളുമായി യൂറോപ്യൻ വമ്പന്മാർ കളങ്ങൾ നിറഞ്ഞാടുമ്പോൾ ഫുട്ബോളിന്റെ വശ്യതയാർന്ന സൗന്ദര്യം നമുക്കേകുമെന്ന് തീർച്ച. 12 രാജ്യങ്ങളിലുമായി നടക്കുന്ന 16ാമത് യൂറോ കപ്പ്. ജയം മാത്രം മുന്നിൽ കണ്ടിറങ്ങുന്ന യോദ്ധാക്കൾ കച്ചകെട്ടി ഇനി ഇറങ്ങേണ്ടത് ഫുട്ബോളിന്റെ കുരുക്ഷേത്രത്തിലേക്ക്. ഗ്രൂപ്പ് നിർണയം പാതി വഴിയിലെത്തിയപ്പോൾ നിലവിലെ ചാമ്പ്യന്മാർ അകപ്പെട്ടത് മരണം പതുങ്ങിയിരിക്കുന്ന അകത്തളത്തിൽ. ഗ്രൂപ്പ് എഫ് കരുത്തന്മാർ അകപ്പെട്ട അകത്തളം തന്നെയാണ്. മനക്കരുത്തുകൊണ്ട് ഫുട്ബോൾ ലോകം കാൽച്ചുവട്ടിലാക്കിയ ജർമ്മൻ പട നയിക്കാൻ ജോർജിൻ ലോ എന്ന ഇതിഹാസ കോച്ച്. കൈവിട്ട യൂറോ കപ്പിന് പകരം വേൾഡ് കപ്പുമായി വരുന്ന ഫ്രാൻസ്. കരുക്കൾ നീക്കാൻ ദിദിയർ ദശാംസ് എന്ന ബുദ്ധിമാനായ കോച്ച്. പിന്നെ ചാമ്പ്യന്മാരായ റൊണാൾഡോയുടെ സ്വന്തം പോർച്ചുഗലും കൂടി ചേരും. അംഗം ജയിക്കാൻ ഇറങ്ങുന്നവർക്ക് മുമ്പിൽ ഒരു ലക്ഷ്യം മാത്രം. ഗ്രൂപ്പ് എഫിൽ ഒരു ടീമിന്റെ കുറവ് കൂടിയുണ്ട്. അവർ കൂടി എത്തിയാൽ പോരാട്ടം തുടങ്ങാം. ജൂൺ 10 യൂറോ പോർക്കളത്തിന് ഫ്രാൻസ് വേദി തീർത്തു. പോരാട്ട വീര്യം കൊണ്ട് കളം നിറയുന്ന 24 യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസിൽ മാറ്റുരസി. താരതമ്യേന കടുപ്പം കുറഞ്ഞ ഗ്രൂപ്പ് എഫിലായിരുന്നു റൊണാൾഡോയുടെ പോർച്ചുഗൽ. എന്നാൽ അവരെ കാത്തിരുന്നത് ഇരുളുകൾ നിറഞ്ഞ ലോകമായിരുന്നു. 2016 ജൂൺ 14 ആദ്യ മത്സരത്തിനിറങ്ങിയ പറങ്കിപ്പട. എന്നാൽ ഐസ്ലൻഡുമായുള്ള അവരുടെ ഗ്രൂപ്പിലെ ആദ്യ മത്സരം 1-1 എന്ന സ്കോറിൽ സമനിലയിൽ പിരിയേണ്ടി വരുന്നു. കപ്പ് മോഹിച്ചെത്തിയവർക്ക് അടിതെറ്റിയ ആദ്യ ദിനം. 2016 ജൂൺ 18 ഓസ്ട്രിയയുമായി ഗോൾ രഹിത സമനിലയിൽ പിരിയുന്ന പോർച്ചുഗൽ. 2016 ജൂൺ 22 ഗ്രൂപ്പിലെ അവസാന മത്സരത്തിനിറങ്ങുന്ന പോർച്ചുഗൽ ഹംഗറി എന്ന എതിരാളികൾ. മത്സരം 3-3 എന്ന സ്കോറിൽ പിരിയുമ്പോൾ അവരുടെ ഹീറോയുടെ തേരോട്ടം അവിടെ തുടങ്ങിയിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്തവൻ വരവറിയിച്ച നിമിഷങ്ങൾ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാ. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. உன்னோடு நான் இருந்த ஒவ்வொரு மணித்துளியும் மரணப்படுக்கையிலும் மறக்காத கண்மணியே. 90 நிமிடங்கள் தொட்டரைத்த காலம்தான் 800 ആണ്ടുകളായി. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനോ. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യം 1000 പേർക്ക് ധൈര്യം പകർന്നാൽ ഈ ലോകം നീ കീഴടക്കും. പിന്നീടുള്ള കളികളിൽ നമ്മൾ കണ്ടത് അതുവരെയുള്ള പോർച്ചുഗൽ ടീമിനെ അല്ല. വരവറിയിച്ചവർ കപ്പുമായി കളം വിടുമ്പോൾ അതുവരെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയായി ആ കപ്പ് മാറി. ഫൈനലിൽ റൊണാൾഡോ പരിക്കിനെ തുടർന്ന് കളം വിടുമ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞിരുന്നു. തോൽക്കാൻ ആഗ്രഹിക്കാത്തവന്റെ പ്രതിഷേധമായിരുന്നു ആ കരച്ചിൽ.
പുറത്തു നിന്നുകൊണ്ട് ടീമിനെ നയിച്ച കരുത്തനായ നായകൻ, അതാണ് റൊണാൾഡോ. പോർച്ചുഗൽ ടീം ഫൈനലിൽ ജയിച്ചു കയറുമ്പോൾ പ്രതിസന്ധിയിൽ ക്യാപ്റ്റൻ ടീമിൻ്റെ ആരായിരിക്കണം എന്നത് ഫുട്ബോൾ ലോകത്തിന് അവൻ അറിവ് നൽകി. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല പ്രതിസന്ധിയും മനോബലം കൊണ്ട് നേരിട്ടവനാണവൻ. ഫുട്ബോൾ കൊണ്ട് എന്ത് നേടാമെന്ന് ചോദിച്ച ടീച്ചർക്ക് മുമ്പിൽ ഫുട്ബോൾ കൊണ്ട് മറുപടി നൽകിയ വിദ്യാർത്ഥി. റൊണാൾഡോ എന്ന നായകന്റെ ചിറകിൽ പോർച്ചുഗൽ ഫുട്ബോൾ ലോകം കീഴടക്കിയപ്പോൾ അവരുടെ കരുത്ത് ഫുട്ബോൾ ലോകം അറിഞ്ഞു. ഇനി വരുന്നത് യൂറോ 2020. പോർച്ചുഗൽ ഇപ്പോൾ പഴയ പോർച്ചുഗൽ അല്ല. കാലം കൂടുന്നതിനനുസരിച്ച് വീര്യം കൂടിയ പുതിയൊരു ടീമാണവർ. ഇന്ന് ഡിസംബർ 25, ദൈവപുത്രന്റെ ജന്മദിനം. സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പാട്രിയോൺ കാസയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാ പുകഴും മുഴുവൻ ഒരുവനുക്കേ നീ നദി പോലെ